കോടനാട് എത്തുകയാണ്. ആനയെയും വഹിച്ചുള്ള ലോറി കോടനാടേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോടനാട്ടെ ആന ചികിത്സാ കേന്ദ്രത്തിൽ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂട് സജ്ജമാണ്. അവിടെ എത്തിയതിന് ശേഷവും ഈ ചികിത്സയുടെ അടുത്ത ഘട്ടം ആരംഭിക്കേണ്ടതുണ്ട്. ഇനി അഭയാരണ്യത്തിൽ വെച്ചാണ് ബാക്കി ചികിത്സ പൂർത്തീകരിക്കേണ്ടതുള്ളത്. ഇനി പാതിമയക്കത്തിലുള്ള ആന പൂർണ്ണമായും സെഡേഷൻ വിട്ടു കഴിഞ്ഞാൽ മാത്രമേ നിലവിൽ കൊടുത്ത ചികിത്സ പൂർണ്ണമായും എഫക്റ്റീവ് ആകണോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതിന് ഇനിയും സമയമെടുക്കുമെന്നുള്ളതും കൂടിയാണ്. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, ഒടുക്കം 10:45 നേരത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്ന കൃത്യം ഷാർപ്പ് ടൈമിന് കോടനാട്ട് എത്തിച്ചേരുന്നു. ഇനിയിപ്പോൾ ആ സെഡേഷനിൽ നിന്ന് ആന പതുക്കെ മുക്തമാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിലവിൽ കൊടുത്ത ഡോസ് എത്ര കണ്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അവിടെ എത്തിയ ഉടൻ തന്നെ ഇനി നടത്താൻ പോകുന്ന ചികിത്സയുടെ അടുത്ത ഘട്ടം, മറ്റു ചികിത്സ ശുശ്രൂഷ, ഇതൊക്കെ എങ്ങനെയായിരിക്കും? സൈഫു സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യം 10:45 കൂടി വനംവകുപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യം 10:45 കൂടി ആനയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് മുൻപ് ആനയെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് നമുക്ക് മുന്നിലൂടെയാണ് കൊണ്ടുപോയത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുകൂടിയാണ്. ഇപ്പോൾ ഇനി അടുത്തതായി നടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുക. ഇനി എന്തൊക്കെ ചികിത്സകളാണ് ആവശ്യമുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതിനാവശ്യമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക എന്നത് തന്നെയാണ് അടുത്ത ഘട്ടമായി നമുക്ക് ഏറ്റവും ആദ്യത്തെ ഘട്ടമായി നമുക്ക് പറയാൻ സാധിക്കുക. മാത്രമല്ല ഈ ഒരു സംഘം, ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഡോക്ടർമാരുടെ ഒരു സംഘമുണ്ട്. മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം RRT സംഘവും എല്ലാവരും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. വലിയൊരു വാഹന വ്യൂഹമായിട്ടാണ് ആനയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. നിലവിൽ ഉള്ളിലേക്ക് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ആനയുടെ കൂടിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആനയെ വണ്ടിയിൽ നിന്നും ഇറക്കി കൂട്ടിനുള്ളിലേക്ക് കയറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ചികിത്സാ രീതികളെക്കുറിച്ചും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആനയുടെ മുറിവടക്കം കൃത്യമായി പരിശോധിച്ച ശേഷം അതിനുള്ള ആദ്യഘട്ട ചികിത്സകൾ, പ്രാഥമികമായി ചെയ്യേണ്ട ചികിത്സകൾ എന്തൊക്കെയാണ് എന്നത് നോക്കി അത് തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കും ആദ്യം ചെയ്യുക. നിലവിൽ ആനയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും മുൻപ് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ കൂടടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. ഇത്രയധികം ദൗത്യം വൈകിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കൂട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൊണ്ട് തന്നെയായിരുന്നു. ഇതിനു മുന്നേ അരിക്കൊമ്പിന്റെ ഒരു കൂട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഒരു 1.5 കൊല്ലം മുൻപ് നിർമ്മിച്ച ഒരു കൂടായിരുന്നു. പക്ഷേ അതിന് ബലക്ഷയമുണ്ട്, അല്ലെങ്കിൽ അത് മതിയാവില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ഇത്തരത്തിൽ മൂന്നാറിൽ നിന്നടക്കം മരങ്ങൾ കൊണ്ടുവന്ന്, യൂക്കാലി മരങ്ങളടക്കം കൊണ്ടുവന്ന് വിശദമായി ഒരു വലിയ കൂട് തന്നെ ഈ ആനയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ആനയ്ക്ക് നിന്ന് ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ആനയ്ക്ക് നിൽക്കാവുന്ന തരത്തിൽ അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള ബലത്തിൽ, ശക്തിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ആ കൂട്ടിലേക്കാണ് ആനയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കൂടുതൽ ചികിത്സകൾ എന്തൊക്കെയാണ് വേണ്ടത്, സർജറികൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ എന്നത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ഏത് രീതിയിലാണ് ചികിത്സകളൊക്കെ പുരോഗമിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. വയനാട്ടിൽ നിന്ന് RRT സംഘമാണ് ഇത്തരത്തിൽ കൂട് നിർമ്മിച്ചത്. അതിനുശേഷം കൂടിന്റെ കൃത്യമായിട്ടുള്ള ബലപരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തി ഒരു മോക്ക് ഡ്രിൽ അടക്കം നടത്തിയതിനു ശേഷമാണ്, എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയതിനു ശേഷമാണ് ആനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അല്പസമയത്തിന് മുൻപാണ് ആനയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. വനംവകുപ്പ് പറഞ്ഞതുപോലെ തന്നെ കൃത്യം 10:45 തന്നെ ആനയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനായി. ശരി ലിഡിയ, എന്തായാലും അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ തുടർ ചികിത്സയ്ക്കായി ഇപ്പോൾ കോടനാട്ടെ അഭയാരണ്യത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇനി തുടർ ചികിത്സയും മറ്റു ശുശ്രൂഷകളും ഒക്കെ അവിടെ വെച്ചാണ് നടത്തുന്നത്. വിശദാംശം നൽകിയത് ലിഡിയ ജേക്കബ്.